അതിപ്രശസ്തമായ പാട്ടാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം രണ്ടുപേരുണ്ട്. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചെല്ലുവാൻ പൊരിയും. എന്താണ് വെറുതെ ഞാൻ എന്തിനറിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. താങ്ക് യു. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി SRG കൺവീനർ വിനോദ് കുമാർ മാസ്റ്റർ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, സമയം 9:30 ഞാൻ നിങ്ങളുടെ മുന്നിലൊരു റിപ്പോർട്ടും കൊണ്ട് വന്ന് നിൽക്കുന്നത് തന്നെ വളരെ ഔചിത്യക്കുറവാണ്. ആ ഉത്തര ബോധ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതുവരെ ഈ വേദിയിൽ നടന്നത്. റിപ്പോർട്ടിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇതുവരെ നടന്ന സമ്മാനദാനങ്ങളും മറ്റ് ചടങ്ങുകളുമാണ് ഈ ചടങ്ങിൻ്റെ ആദ്യത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അത് മുഴുവനും ഈ വേദിയിൽ ഇത്രയും നേരം നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസ്കൃതം ഗാനാലാപനത്തിൽ എ ഗ്രേഡ് നേടിയ ശ്രീദേവ് കെ. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ സീനിയർ അധ്യാപിക തുളസി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വൈകിയ വേളയിൽ മറ്റൊന്നും പറയുന്നില്ല. ഈ 93-ാം വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങുന്ന പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി പി ശ്രീജ ടീച്ചറുടെ ഭാവി ജീവിതവും കർമ്മനിരതമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. അല്ലാമ ഇക്ബാൽ സ്കോളർഷിപ്പ് വിജയിയായ സൻവ ഫാത്തിമ NP. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് സ്കൂൾ ലീഡർ ഷസിൽ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിൻ്റെ 93ാമത് വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. നന്ദി അർപ്പിക്കുന്നതിന് മുന്നേ ഈ വർഷം മവഞ്ചേരി UP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന
പ്രധാനാധ്യാപിക ശ്രീജ ടീച്ചർ മറുപടി പറയുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അതോർത്തോ. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാവിരുന്നുകൾ കുറേ നടക്കാനുണ്ട്. നമ്മൾ മാസങ്ങളോളം നമ്മുടെ അധ്യാപകരുടെ നിരന്തരമായ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇന്ന് സ്റ്റേജിലേക്ക് കയറ്റുന്നതാണ്. ഇന്നൊരു ദിവസം നമ്മുടെ പരിപാടിയിൽ സജീവമായി നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹായവും സഹകരണവും അനിവാര്യമാണ്. നമ്മുടെ ടീച്ചറുടെ സംസാരമാണ്. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 30 വർഷത്തോളം നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി സുത്യർഹമായ സേവനം നടത്തിയ ടീച്ചറുടെ ഒരു മറുമൊഴിയാണ് രക്ഷിതാക്കളോടൊക്കെ ഉള്ളത്. ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട മക്കളെ, സമയം വളരെ വൈകി. കൂടുതൽ ഒരു മറുപടി പ്രസംഗത്തിനുള്ള സാഹചര്യമല്ല. എങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ അല്പസമയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. കഴിഞ്ഞ 30 വർഷമായി മൗവഞ്ചേരി UP സ്കൂളിൽ ഞാൻ അധ്യാപികയായി പ്രവർത്തിച്ചു വരുന്നു. 28 വർഷം സഹ അധ്യാപികയായും 2 വർഷം പ്രഥമ അധ്യാപികയായും ആ വിദ്യാലയത്തിൽ ഞാൻ സേവനമനുഷ്ഠിച്ചു. ജീവിതം ഒരു നാടകമാണ്, നമുക്കറിയാം. ആ നാടകത്തിൽ ഒരു വേഷം കൂടി ആടി മെയ് 31 ഞാൻ ആ വേഷം അഴിച്ചു വെക്കുകയാണ്. 30 വർഷത്തെ മൗവഞ്ചേരി സ്കൂളിലെ അനുഭവം എന്ന് പറയുമ്പോൾ അതൊരു വലിയ അനുഭവം തന്നെയാണ്. അത് കേവലം 10 മിനിറ്റ് കൊണ്ട് എനിക്കിവിടെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നിരുന്നാലും എൻ്റെ ഓർമ്മയിൽ വരുന്ന അല്പം വാക്കുകൾ മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷിതാക്കൾ എന്നോട് ക്ഷമിക്കുമല്ലോ. 1996 ജൂൺ മാസം ഞാൻ ആ വിദ്യാലയത്തിൽ കയറി ചെല്ലുമ്പോൾ അന്ന് അവിടെ പ്രധാന അധ്യാപകനായ TC മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റ് 33 അധ്യാപകരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ 34ാമത്തെ ആളായി ഞാനും ആ വിദ്യാലയത്തിൽ കടന്നു ചെന്നു. ഒരുപാട് പ്രശസ്തരും പ്രമുഖരും വളരെയധികം പ്രവർത്തന സജ്ജരായിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകരുടെ ഇടയിലേക്കാണ് 34ാമത്തെ അധ്യാപികയായി ഞാൻ അവിടെ കടന്നു ചെല്ലുന്നത്. അന്നത്തെ പ്രധാന അധ്യാപകനായ TC മാസ്റ്റർ എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഏത് വിഷയമാണ് പഠിപ്പിക്കാൻ ഇഷ്ടമെന്നാണ് ചോദിച്ചത്. എനിക്ക് പഠിപ്പിക്കാനും ഞാൻ പഠിച്ചതുമായ വിഷയം സയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് സയൻസും കണക്കുമാണ് ഇഷ്ടം. അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ടൈം ടേബിൾ എനിക്ക് ഉണ്ടാക്കി തന്നു. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ആ വിദ്യാലയത്തിൽ ഇത്രയും കാലം ഒരു സയൻസ് അധ്യാപികയായി തന്നെയാണ് കടന്നു പോയത്. ഈ അവസരത്തിൽ ഞാൻ നന്ദി ആരോട് ചൊല്ലേണ്ടു എന്നാണ് ഓർക്കുന്നത്. ഞാൻ ആദ്യമായി എനിക്കിവിടെ നിൽക്കാനുള്ള അവസരം തന്ന എൻ്റെ ദൈവത്തിനോടാണ് ഞാൻ ആദ്യമായി നന്ദി പറയുന്നത്. കൂടാതെ ആ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റ്, അന്ന് ആ വിദ്യാലയത്തിൻ്റെ മാനേജർ ശ്രീ പാത്തൂട്ടി ഹജ്ജുമ്മ അവർകളായിരുന്നു. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ശ്രീ ഷംസൂക്ക ബാംഗ്ലൂരിൽ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സഹോദരി ഭർത്താവും അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് എനിക്ക് ആ വിദ്യാലയത്തിൽ കടന്നു ചെല്ലാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ ഒരു BEd ബിരുദധാരിയാണ്. സമീപത്തുള്ള പല സ്കൂളുകളിലും സീറ്റിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് മൗവഞ്ചേരി UP സ്കൂളിലെ ഒരു അധ്യാപികയുടെ റോളാണ്. ഞാൻ വളരെ സന്തോഷവതിയാണ് ആ വിദ്യാലയത്തിൽ സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ. ഇനി ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടത്?
എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളോട്, വളരെ ഒരു സാധാരണ കുടുംബത്തിൽ കിഴുന്നപ്പാറ എന്ന ഒരു പ്രദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, എടക്കാട് മണ്ഡലത്തിൽ വരുന്ന സ്ഥലമാണ്. കിഴുന്നപ്പാറ എന്ന സ്ഥലത്ത് ഒരു സാധാരണക്കാരനായ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ കർണാടകയിൽ ഒരു മാച്ച് ഫാക്ടറിയിൽ ഫോർമാനായിരുന്നു. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. ഒരു സാധാരണ എന്നും പറയാൻ പറ്റില്ല, അതിൽ താഴെയുള്ള ഒരു ഫാമിലിയിലായിരുന്നു എൻ്റെ ജനനം. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ മക്കൾക്ക് വേണ്ടി നല്ലൊരു വീടോ കൂടുതൽ സ്വത്തോ ഒന്നും സമ്പാദിച്ചു തന്നില്ല. അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ 6 മക്കളാണ്. എനിക്ക് മൂത്തതായി 4 പെണ്ണും ഒരാണും, ഏറ്റവും ഇളയവളാണ് ഞാൻ. അവർ പ്രാധാന്യം കൊടുത്തത് നമ്മുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം. ഒരു നല്ല വസ്ത്രത്തിനോ ഒരു നല്ല ചെരുപ്പിനോ അല്ലെങ്കിൽ ഒരു നല്ല കുടയോ എനിക്ക് വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല, 7ാം ക്ലാസ് വരെ ഞാൻ ചെരുപ്പിടാതെയാണ് സ്കൂളിൽ പോയത്. അതിനുശേഷം ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് എനിക്കൊരു ചെരുപ്പും കുടയുമൊക്കെ കിട്ടുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെയുള്ള ഒരു UP സ്കൂളിലാണ് എൻ്റെ 7 വരെയുള്ള വിദ്യാഭ്യാസം. അന്ന് കുടയില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്നുള്ള മറ്റ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഞാൻ നോക്കി നിൽക്കും മഴയുള്ള ദിവസങ്ങളിൽ. കാരണം എനിക്ക് കുടയില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് എൻ്റെ ബാല്യകാല ജീവിതം. എനിക്കറിയാവുന്ന ഏറ്റവും നല്ല ധനകാര്യ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക എൻ്റെ അമ്മയുടെ പേരാണ്. ഞങ്ങൾ 5 പെൺമക്കളെയും ഒരു മകനെയും നല്ല വിദ്യാഭ്യാസം നടന്ന് നല്ല രീതിയിൽ ജോലിയിലെത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത ചേച്ചിയൊക്കെ ജോലിയിൽ കയറിയത് ശേഷമാണ് ഞങ്ങൾ അല്പം ഒന്ന് വെളിച്ചം കണ്ടത് എന്ന് പറയാം. മൂത്ത ജ്യേഷ്ഠിമാരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അവരൊക്കെ റിട്ടയർ ചെയ്തു. ഏറ്റവും ഇളയ ആളായത് കൊണ്ട് തന്നെ ഞാനും ഇന്ന് റിട്ടയർമെൻറ്റിലാണ്. എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകരാണ്. എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചെറിയ സമയമൊന്നും പോരാ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ ഇന്ന് വൈകുന്നേരം ഞാൻ ഏതാണ്ട് മുഴുവൻ ആളെയും ഇന്നിവിടെ കണ്ടു. എനിക്ക് മുമ്പേ റിട്ടയർ ചെയ്ത് പോയ അവരെ. അതിന് കൂടെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവരെയും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ 1-2 വർഷം ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ കൂടെ എനിക്ക് താങ്ങും തണലുമായി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സഹപ്രവർത്തകരാണ് എനിക്കുള്ളത്. അത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു കൂട്ടായ്മ, അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ലാസ്റ്റിൽ എല്ലാം കൂടി നമ്മളൊരു അഭിപ്രായ ഐക്യത്തിലെത്തും. എനിക്ക് എന്ത് പ്രയാസങ്ങൾ സ്കൂളിലുണ്ടായാലും അവർ എല്ലാവരും തന്നെ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് വലിയ ഒരു സഹായമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൗവഞ്ചേരി UP സ്കൂളിന് ഇത്രയും വിജയത്തിലെത്താൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ സ്കൂളിനുണ്ടായ വിജയങ്ങളെക്കുറിച്ചൊക്കെ ഈ കുട്ടികൾ ഇത്രയും സമയം വാങ്ങിയ ട്രോഫിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ കിട്ടാത്ത ഒരു USSൻ്റെ എണ്ണമാണ് 25 എന്നുള്ളത്. അത് ഒരു വലിയ നേട്ടമായി എൻ്റെ ഈ ഒരു സർവീസ് കാലയളവിൽ ഞാനത് കണക്കാക്കുന്നു. ഏതാണ്ട് 9000-ഓളം വിദ്യാർത്ഥികൾ എൻ്റെ കയ്യിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. മറ്റ് സാധാരണ ഒരു UP സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു വർഷം ഒരു 20-25 കുട്ടികൾ പോകും. 30 വർഷത്തെ സർവീസിലിടയിൽ ഒരു 750 കുട്ടികൾ പോകുമായിരിക്കും. മൗവഞ്ചേരി സ്കൂൾ എന്ന് പറയുമ്പോൾ വലിയ ഒരു എണ്ണം കുട്ടികളുള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ ചേരുമ്പോൾ ഏതാണ്ട് 4000-ൽ തുടങ്ങുന്ന ഒരു എണ്ണമായിരുന്നു അന്നത്തെ അഡ്മിഷൻ നമ്പർ. ഇന്നത് 13,000-ൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഇടയിലുള്ള നമ്പർ കുട്ടികളൊക്കെ തന്നെ എൻ്റെ കയ്യിലൂടെ കടന്നുപോയ കുട്ടികളാണെന്ന് എനിക്ക് സന്തോഷപൂർവ്വം പറയാൻ വേണ്ടി കഴിയും. ഞാൻ ഓർക്കുന്നത് എൻ്റെ ആദ്യകാല സ്കൂൾ ജീവിതമാണ്. അന്ന് ഈ പറഞ്ഞ 34 അധ്യാപകർ നമ്മുടെ സ്റ്റാഫ് റൂമിൽ ഉള്ള ചർച്ചകൾ, സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളും അന്ന് സ്റ്റാഫ് റൂമിൽ ചർച്ചയായിരുന്നു. നമ്മൾ 20 ആണുങ്ങളും 30 ലേഡി ടീച്ചേഴ്സുമാണ് അന്ന് സ്റ്റാഫ് റൂമിലുണ്ടായിരുന്നത്.
വളരെ സജീവമായി ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റാഫ് റൂമായിരുന്നു അന്ന് നമ്മൾക്കുണ്ടായിരുന്നത്. ഇന്ന് കാലം മാറി, അവസ്ഥ മാറി. നമ്മുടെ സ്റ്റാഫ് റൂമിൽ അധ്യാപകരൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം അവർ സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഒരു വേദനയുണ്ട്. അവർ ഇന്നത്തെ എന്താ പറയണ്ടേ IT സാങ്കേതിക വിദ്യയുടെ ലോകത്ത് അവരൊക്കെ തന്നെ മൊബൈലിലാണ് കൂടുതൽ സമയം കാണുന്നത് എന്നുള്ളത് ഞാൻ വളരെ സങ്കടത്തോടു കൂടി ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം ഞാൻ അഭിമാനം പൂർവ്വം പറയട്ടെ, എൻ്റെ 2 ശിഷ്യന്മാർ കൂടി എൻ്റെ കൂടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ അധ്യാപകരായി എൻ്റെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികൾ, പല രക്ഷിതാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ എന്നെ പേടിയാണ്. ശരിയാണ്. എൻ്റെ പോളിസി കുട്ടികൾക്ക് കറുത്ത കണ്ണും വെളുത്ത ചോറും ആണ് എൻ്റെ പോളിസി. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളോട് കറുത്ത കണ്ണ് കാണിക്കേണ്ട സ്ഥലങ്ങളിൽ കാണിച്ചേ പറ്റൂ. അവർക്ക് വെളുത്ത ചോറും കൊടുക്കണം. അല്ല, നമ്മൾ രണ്ടും കണ്ണും വെളുത്തത് ചോറും വെളുത്തതായാൽ കുട്ടികൾ അനുസരണയില്ലാത്തവരായി വളരും. നമ്മൾ രണ്ടും കറുത്തതായാൽ, കണ്ണും കറുത്തത് ചോറും കറുത്തതായാൽ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നും വഴിതെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കറുത്ത കണ്ണും വെളുത്ത ചോറുമായിരിക്കണം. വളരെയധികം ആത്മാഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ മാനേജർ പറഞ്ഞ പോലെ ഞാൻ പഠിപ്പിച്ച വിഷയം സയൻസാണ്. ചില കാലയളവിൽ ഞാൻ ഗണിതവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ, രക്ഷിതാക്കൾക്ക് ഒരുപാട് പരാതികൾ നേരത്തെ ഉണ്ടാവും, ടീച്ചർ വല്ലാതെ ശിക്ഷിക്കുന്നു എന്നുള്ള പരാതി ഉണ്ടാവും. എന്നിരുന്നാലും എൻ്റെ ഈ 30 വർഷത്തെ സർവീസിനിടയിൽ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ള പരാതി ഒരു രക്ഷിതാവ് പോലും മുൻ അധ്യാപകരോട് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നിൽ അർപ്പിതമായ എൻ്റെ കർത്തവ്യം ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, മറ്റുള്ളവരുടെ മക്കൾക്ക് നമ്മൾ കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് ദൈവം കൊടുക്കും എന്നുള്ള കാര്യം. നമ്മളെ വിശ്വസിച്ച്, അതായത് മൗവഞ്ചേരി UP സ്കൂളിലെ അധ്യാപകരെ വിശ്വസിച്ച് ഇന്ന് പഠിക്കുന്ന 700-ലധികം കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, എൻ്റെ സഹപ്രവർത്തകരെയും എന്നെയും വിശ്വസിച്ചാണ് അവർ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. ആ കുട്ടികൾക്ക് നമ്മുടെ കർമ്മം ചെയ്ത് അവർക്ക് വേണ്ട വിദ്യ കൊടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ എന്നും എൻ്റെ സ്റ്റാഫ് മീറ്റിങ്ങിൽ സഹപ്രവർത്തകരോട് പറയാനുള്ളത്. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ 2 മക്കളും ഇന്ന് സർക്കാർ സർവീസിലാണ്. മൂത്ത മകൾ ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസ് ചെയ്യുന്നു, കമ്മീഷൻഡ് ഓഫീസറാണ്. ഇപ്പോൾ സ്ക്വാഡ്രൺ ലീഡർ എന്ന റാങ്കിലാണ് അവളുള്ളത്. രണ്ടാമത്തെ മകൾ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നു. എൻ്റെ മക്കൾക്ക് കൊടുത്ത്, എൻ്റെ സ്കൂളിലുള്ള എൻ്റെ മക്കൾക്ക് കൊടുത്ത നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് ദൈവം ഇങ്ങനെ ഒരു വരം തന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി മാവഞ്ചേരി സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾ, നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ ചിലപ്പോൾ അവർക്ക് മാർക്ക് കാണില്ലായിരിക്കാം എന്ന് വെച്ച് അവർക്ക് പഠിപ്പില്ല എന്ന് കരുതി അവരുടെ ജീവിതം തീർന്നു എന്ന് നിങ്ങൾ കരുതരുത്. അവരുടെ പേപ്പറിലുള്ള മാർക്കല്ല അവരുടെ ജീവിതത്തിൻ്റെ വിജയം. നമ്മൾക്കതിന് 100 ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. കുട്ടികളെ നല്ല മക്കളായി നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനും നല്ല ഉപകാരപ്രദമാകുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ പോലും നിങ്ങൾ കുട്ടികളെ മറ്റു കുട്ടികളുമായോ മറ്റുള്ളവരുമായോ താരതമ്യം ചെയ്ത് നിങ്ങളെ കുട്ടികളുടെ കഴിവിനെ നിങ്ങൾ കുറച്ച് കാണരുത്. അവരുടെ കഴിവിനെ കുറച്ച് കാണരുത്. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. എൻ്റെ സ്കൂളിലുള്ള സ്റ്റാഫിനെയും മുഴുവൻ സ്റ്റാഫിനെയും എനിക്ക് 100% വിശ്വാസമാണ്. ആ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും അവർ നൽകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തന്ന
എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. ഇനി ഒരല്പം കുടുംബകാര്യം. എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ അല്ലെ എന്നെ ഇവിടെ എത്തിക്കാൻ, ഞാനൊരു അധ്യാപികയായി ഈ സ്കൂളിലെത്താൻ എനിക്ക് പിന്തുണ നൽകിയ എൻ്റെ മാതാപിതാക്കൾ, അതോടൊപ്പം എൻ്റെ സഹോദരൻ ഇപ്പോഴില്ല, അതുപോലെ എൻ്റെ മൂത്ത സഹോദരിമാർ, അതിനേക്കാൾ ഉപരിയായി എനിക്ക് എൻ്റെ ചില പ്രയാസമുള്ള ഘട്ടങ്ങളിൽ എനിക്ക് സഹായം തന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഗൾഫിലായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, ഞാൻ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ആ അവസരങ്ങളിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായവും തന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ, മൂത്ത സഹോദരനും ഏറ്റവും ഇളയ സഹോദരനും. അദ്ദേഹം കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്ത പ്രഥമ അധ്യാപകനാണ്. ഈ 2 പേരും, അതിലെ ഭർത്താവിൻ്റെ സഹോദരി, അവരൊക്കെയാണ് എനിക്ക് വളരെ പ്രയാസപ്പെടുന്ന ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്, BEd ഒക്കെ. ആ അവസരങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് അവർ തന്ന പിന്തുണയാണ് എൻ്റെ പഠനം പൂർത്തിയാക്കാനും ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്കിവിടെ എത്താനും വേണ്ടി സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സഹപ്രവർത്തകരിൽ എനിക്ക് ഒരുപാട് പിന്തുണ തന്ന ഈ സ്കൂളിലെ എൻ്റെ സഹ അധ്യാപകനായ നൗഷാദ് മാസ്റ്റർ, അതേപോലെ തന്നെ എൻ്റെ ഓഫീസ് അസിസ്റ്റൻ്റായിരുന്ന ശ്രീജിത്ത്, വിനോദ മാഷ്, ബിന്ദു ടീച്ചർ, തുളസി ടീച്ചർ തുടങ്ങിയ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും, ഒരാളുടെയൊക്കെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും എന്നെ വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മാസം കൂടി, അതായത് മെയ് 31-നാണ് എൻ്റെ റിട്ടയർമെൻറ്റ്. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സ്നേഹവാക്കുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നന്ദി പറയുന്നതിന് വേണ്ടി ആഘോഷ കമ്മിറ്റി കൺവീനർ ഹുസൈൻ മാഷയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ്. 30 വർഷത്തെ ജീവിതാനുഭവത്തിലൂടെയാണ് ടീച്ചർ കടന്നുപോയത്. ഇനി ഞാൻ നന്ദി ആരോടാണ് ചൊല്ലേണ്ടത് എന്ന അവസ്ഥയിലാണ് ഞാനുള്ളത്. ഇനി 10 പരിപാടികൾ നമുക്ക് നടക്കാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും പ്രൗഢമായ ഈ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ത്യാഗമനസ്ഥതയോടുകൂടി പ്രവർത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലെ ഓരോ അധ്യാപകരാണ്. ഇവിടെ നടത്തിയ ഓരോ പരിപാടികളും ഓരോ ക്ലാസ് ടീച്ചർമാരാണ് അവരുടെ ഡ്രസ്സ് പ്രാക്ടീസ് കാര്യങ്ങൾ നടത്തിയിട്ട് അതിമനോഹരമായ ഡാൻസുകളും അതുപോലെ നൃത്യങ്ങളും ഒപ്പനയും കോൽക്കളിയും ഒക്കെ അവതരിപ്പിച്ചത്. അവരുടെ ത്യാഗമനോഭവമായ പ്രവർത്തനം കൊണ്ടാണ് വളരെ പ്രൗഢമായ ഈ സദസ്സ് ഇവിടെ രക്ഷിതാക്കളുടെ ഇടയിൽ നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ആഘോഷ കമ്മിറ്റി കൺവീനർ എന്ന നിലയിലും ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലയിലും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഓരോരുത്തരും ഇന്നലെ വന്ന ടീച്ചർ മുതൽ ഏറ്റവും സീനിയറായ ടീച്ചർമാർ വരെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും താങ്ങും തണലുമായി നമ്മളോടൊപ്പമുള്ള PTA പ്രസിഡന്റ് അടക്കമുള്ള PTA ഭാരവാഹികൾ, മദർ PTA അംഗങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മളോടൊപ്പമായി ഒരാൾ ഉണ്ട്, മാനേജർ TC അഷറഫ് സാർ, അദ്ദേഹത്തെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമുകളൊക്കെ വളരെ മനോഹരമായി വൈഡായിട്ട് ചെയ്യുന്ന പ്രൈം 24 ചാനൽസ് ടീമുണ്ട്, മെലഡി പിന്നെ സൗണ്ട് ആൻഡ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ഗോകുലം ഓഡിറ്റോറിയത്തിന് മാനേജ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടികളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലൈവായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ ഷനാസ് സാറെ പേരെടുത്ത് പറയുകയാണ്. അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം രാവിലെ മുതൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ പരിപാടികൾ മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. കുടിക്കാൻ വെള്ളവും ചായയും അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രോഗ്രാം പിന്നെ ഇവിടെയുള്ള സ്റ്റേജ് മാനേജർമാർ, അതുപോലെ ഇവിടെ മൊമെൻറ്റോ കുട്ടികൾക്ക് 100 കണക്കിന് മൊമെൻറ്റോ കൊടുത്ത പ്രിയപ്പെട്ട ടീച്ചർമാർ, അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നിങ്ങളാണ് ഈ വിദ്യാലയത്തിൻ്റെ എല്ലാം. നിങ്ങളാണ് ഈ വിദ്യാലയത്തെ ഈ രൂപത്തിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമാക്കി മാറ്റിയത്. 25 USS സ്കോളർഷിപ്പ് നേടാനും 9 LSS സ്കോളർഷിപ്പ് നേടാനും പര്യാപ്തമാക്കിയത് രക്ഷിതാക്കളെ നിങ്ങളാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വാക്കുകൾ കൊണ്ട് നന്ദി പറയുന്നില്ല, നിങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിദ്യാലയത്തിന് വേണ്ടി നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. അതുകൊണ്ട് പേരെടുത്ത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അവർ താങ്ങും തണലുമാണ്. വിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു നാഴികക്കല്ല് സൃഷ്ടിക്കാൻ കൽപ്പുള്ള ഏറ്റവും നല്ല അധ്യാപക സമൂഹമാണ് വൗവഞ്ചേരി UP സ്കൂളിലുള്ളത്. ഡിജിറ്റലായിട്ടും അധ്യാപനത്തിലായിട്ടും അധ്യാപകർക്ക് പരിശീലനം നടക്കുന്ന ഏറ്റവും കഴിവുള്ള അധ്യാപകരാണ് നമ്മുടെ വിദ്യാലയത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അടുത്ത വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. LKG മുതൽ 7th വരെയുള്ള മലയാളം ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള അഡ്മിഷൻ ഉണ്ട്. നിങ്ങൾ ചേർക്കുക, നിങ്ങൾ അയൽപക്കത്തുള്ള ആളുകളോട് പറയുക, കുടുംബത്തിലുള്ള ആളുകളോട് പറയുക, ബന്ധുക്കളോട് പറയുക, നാട്ടുകാരോട് പറയുക. അടുത്ത വർഷം ജൂണിൽ വൗവഞ്ചേരി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ 90 കുട്ടികളെ ആക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെ എന്ത് പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് നിങ്ങളെ നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് പരിപാടിയുണ്ട്. 10:30 മണിയാണ് നമ്മൾ ചാർട്ട് ചെയ്തത്. ഈ പ്രോഗ്രാം കുറച്ച് നീണ്ടുപോയി, സാരമില്ല. കാരണം നമ്മൾ 2-3 മാസമായില്ലേ കെട്ടിമറിയുന്നത്. നിങ്ങൾ ഒരു ദിവസമാണ് ഇതിനു വേണ്ടി മെനക്കെടുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ അവസാനത്തെ ഇനം കഴിഞ്ഞിട്ട് മാത്രമേ ഈ സദസ്സ് ഒഴിഞ്ഞു പോകാൻ പാടുള്ളൂ. ആ ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കണം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട HM ശ്രീജ ടീച്ചർ 30 വർഷത്തെ സർവീസിന് ശേഷം പിരിഞ്ഞു പോവുകയാണ്. ആദ്യം ശ്രീജ ടീച്ചറാണ് വന്നത്. അതിന് തൊട്ട് ശേഷം 1997 ടീച്ചറെ പിന്നാലെയാണ് ഞാനും വന്നത്. ഇൻഷാ അല്ലാ ആയിട്ടില്ല, ഞാൻ പോകാനായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഏതായാലും ടീച്ചർ പോകുമ്പോൾ ഏറ്റവും നല്ല ഒരുപാട് ഓർമ്മകൾ വെച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി ടീച്ചർ കടന്നു പോവുകയാണ്. അപ്പോൾ ടീച്ചർക്ക് എല്ലാവിധ യാത്രാമംഗളും നേർന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള കലാപരിപാടികൾ വീണ്ടും തുടരുകയാണ്. നല്ല മനസ്സുള്ള രക്ഷിതാക്കൾ കുട്ടികളെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കാലത്തിനനുസരിച്ച് ഒപ്പനകളും മാറി വരികയാണ്. വിവിധ ഒപ്പനപ്പാട്ടുകൾ കോർത്തിണക്കിയ ഒരു ഫ്യൂഷൻ ഒപ്പന 7ാം തരം ഈ ക്ലാസ്സിലെ കുട്ടികൾ വേദിയിൽ. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്ത് മനയുള്ള മരുഭൂമി വിലസിടുന്നു. വേദിയിൽ ഫർഹാന VV, ഷസ ഫാത്തിമ, നിസ്മ ഷെറിൻ, ഷഹാന, നദ ഇബ്രാഹിം, ഫാത്തിമ PK, ഫാത്തിമ ഷാസിയ. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ.
പാത്തൂരി വെൺകട്ടാലോചിച്ച അനേകമ്പർ വന്നാനേ അവൾക്ക് വളരെ പരിഷ്കാരനായൊരു മാപ്പിള ആകണമെന്നാണ്. പഠിപ്പും പണമില്ല എങ്കിലും പച്ച പരിഷ്കാരനാകാനേ ദുആകൾ. പഠിച്ചവനോട് എപ്പോഴും തേടിക്കൊണ്ടെങ്ങനെ കാലം കഴിച്ചാനേ. ഉള്ളിൽ കുത്തും പെണ്ണാണേ ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ ഞാൻ കണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ വിപ്പാണേ പടിയോരം വെള്ളിപ്പല്ല കെട്ടി തിന്നാണേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ഇവർക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്യുന്നതിനായി PTA മെമ്പർ ശ്രീമതി മുസമ്മിനയെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫർഹാന വി.
ഷസ ഫാത്തിമ, നിസ്മ ഷെറിൻ, ഷഹാന, നദ ഇബ്രാഹിം, ഫാത്തിമ പി കെ, ഫാത്തിമ ഷാസിയ. താങ്ക് യു മാം. പാത്തൂരി വെങ്കട്ടാലോചി ഒപ്പനപ്പാട്ടിൻ്റെ താളത്തിനും സിനിമാറ്റിക് ഡാൻസിൻ്റെ ചടുല നടനത്തിനും ഇടയിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു അതിമനോഹരമായൊരു കൈകൊട്ടിക്കളിയുമായി 7ാം തരം എ ക്ലാസ്സിലെ അവനിക അരുൺ കെ വി, വേദിക പി എസ്, അഷ്മിത എം വി, ശിവപ്രിയ എം, അനുഷ്ക എൻ, ശ്രുതിക കെ, നിയോണ ആർ കെ, തന്മയ എൻ, അർണിക എൽ ബൈജു, നിവേദ്യ വി വി, അഷിക കെ, നിരഞ്ജന സി പി, റിവിക പി, നിയ കെ, വേദിക വിപിൻദാസ്, പ്രിയന്ന സദൻ കെ പി. തെൻപളനിക്കോവിൽ തെന്മാന ഷാപ്പ് എന്ന ഗാനവുമായി 7ാം തരം എ ക്ലാസ്സിലെ കൊച്ചു കലാകാരികൾ. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരി നെല്ലും താവീടും 4 നറുക്കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ. കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ശ്രീ കുരുമ്പമ്മ നടയിൽ രേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി കാവ് തിന്നാനായി. നെന്മറ ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരി നെല്ലും താവീടും 4 നറുക്കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ. കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ശ്രീ കുരുമ്പമ്മ നടയിൽ രേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി കാവു തിന്നാനായി. കന്നരം പാടുമ്പ താളത്തിനൊത്ത് താളം പിടിക്കും
ഈ കലാകാരികൾക്കുള്ള സമ്മാനം നൽകുവാനായി MPTA മെമ്പർ ജസീല KK വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അവനിക അരുൺ, വേദിക PS, അഷ്മിത MV, ശിവപ്രിയ, അനുഷ്ക N, ശ്രുതിക K, നിയോണ RK, തന്മയ N, അർണിക L ബൈജു, നിവേദ്യ, അഷിക K, നിരഞ്ജന CP, ഋതിക P, നജ K, വേദിക വിപിൻ ദാസ്, പ്രിയന്ന സദൻ KP. Thank you.